ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഫിലിപ്പിയറിൻ്റെ എഴുതിയ പുസ്തകം 3:13 മുതൽ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഇപ്പം എന്തുമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? എന്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് നിരൂപിക്കുന്നില്ല എന്ന് പറയുന്നത്? ബാക്കിയും കൂടെ വായിക്കാം. 14 ഒന്നും ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പം നമുക്ക് അതേപോലെ ഓടുവാൻ നമുക്ക് സാധിക്കണം. മുൻപിലുള്ളതെല്ലാം മറക്കണം, മുൻപിലുള്ളതിലേക്ക് ലാക്കിലേക്ക് ആ പരമവിളിയുടെ വിരുദിന് വേണ്ടി നമുക്ക് ഓടണം. അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അതിൻ്റെ കൃപ നമുക്ക് ദൈവം തരുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അതിലേക്ക് നമുക്ക് ഓടുവാൻ ഓരോരുത്തർക്കും സാധിക്കണം. 18 ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ കരഞ്ഞുകൊണ്ട് പറയുവാണ്. ഒത്തിരി പേര് ഈ ലോകത്തിൽ ഈ ക്രൂശിനെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നുണ്ട്. ലോകമോഹങ്ങൾക്ക് പുറകെ നടക്കുന്ന അനേകരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നമുക്ക് കരയണം. പൗലോസ് അപ്പോസ്തലൻ കരഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, ഇത് ക്രൂശിലേ നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ കർത്താവ് ഓരോ ക്രൂശ് തന്നിട്ടുണ്ട്. അത് സന്തോഷത്തോടെ അതിലേക്ക് ആ ലാക്കിലേക്ക് നമുക്ക് ഓടുവാൻ സാധിക്കണം. അതിന് നമുക്ക് മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്തത് നമുക്ക് വായിക്കാം. 19 അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പോൾ അവരുടെ ഈ ക്രൂശിനെ ശത്രുക്കളായി എണ്ണുന്നവരുടെ നാശമാണ്, അവരുടെ അവസാന നാശമാണ്. നമുക്ക് ആ നാശം വരാതെ ഈ ലോകത്ത് വെറും ഇന്ന് വിരിഞ്ഞ് നാളെ വാടിപ്പോകുന്ന പുല്ല് പോലെ കൂടിപ്പോയ 80-100 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. പക്ഷേ കാലാകാലം നമുക്ക് ആ ക്രിസ്തുവിനോട് കൂടെ സന്തോഷത്തിൽ ജീവിക്കാൻ ഈ ലോകത്തിലുള്ള ലഘുവായ ആ കഷ്ടങ്ങളൊക്കെ നമുക്ക് സന്തോഷമായിട്ട് എണ്ണുവാൻ, ആ കർത്താവിൻ്റെ ലാക്കിലേക്ക് ഓടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആ നാശത്തിലേക്ക് അകപ്പെടാതെ വണ്ണം നമുക്ക് കാക്കുവാനും അതിലകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ഇടയാകണം. അപ്പം അവരിൽ അവസാനം പറയും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിന് വേണ്ടി നമുക്ക് ഇടയാകട്ടെ. അവൻ 21 അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപപ്പെടുത്തുന്നു. ആ അനുരൂപമാകുവാൻ നമുക്ക് ഓരോരുത്തർക്കിടയാകട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും.